നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം അടുത്തെത്തുന്ന ഈ സമയത്ത് കേരളത്തിലെയും രാജ്യത്തിലെയും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന നിരവധി സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കർഷകർക്ക് ആശ്വാസം നൽകുന്ന PM കിസാൻ പദ്ധതിയുടെ വലിയ തീരുമാനം, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഓണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ, ഓണം സ്പെഷ്യൽ റേഷൻ വിതരണത്തിന്റെ വിശദാംശങ്ങൾ, കൂടാതെ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട CKYC 2.0 സംവിധാനവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി വിൽപ്പനക്കാർക്ക് സർക്കാരിന്റെ വലിയ കൈത്താങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. കാരണം എല്ലാ കാര്യങ്ങളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ വലിയ വാർത്ത എന്തെന്ന് ചോദിച്ചാൽ, PM കിസാൻ പദ്ധതി 5 വർഷം കൂടി നീട്ടിയിരിക്കുകയാണ്. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ സന്തോഷം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി അടുത്ത 5 വർഷത്തേക്കും തുടരാൻ തീരുമാനമായിട്ടുണ്ട്. അതായത് 2026-27 മുതൽ 2030 മുതൽ 31 വരെയുള്ള കാലയളവിലും പദ്ധതി തുടരും. ഈ പദ്ധതിയിലൂടെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം 6000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കും. ഇത് 3 തുല്യ ഗഡുക്കളായി ഓരോ തവണയും 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഇതിനകം പദ്ധതി ലഭിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം. പുതിയതായി അർഹരാകുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയായി സമർപ്പിച്ച് പദ്ധതിയിൽ ചേരാനുള്ള അവസരവും തുടരും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്കിങ്, EKYC, ഭൂമി വിവരങ്ങൾ എന്നിവ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കുക. ഇല്ലെങ്കിൽ ഭാവിയിലെ ഗഡുക്കൾ വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട്. ഇനി അടുത്ത വാർത്ത, CKYC 2.0 ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്ത് CKYC 2.0 എന്ന പുതിയ സംവിധാനം നടപ്പിലാക്കുന്നു. ഇത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും ഇൻഷുറൻസ് പോളിസി എടുത്തവർക്കും മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നവർക്കും ഏറെ പ്രയോജനകരമായ മാറ്റമാണ്. ഇതുവരെ പല സംസ്ഥാനങ്ങളിലും വീണ്ടും വീണ്ടും KYC രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ സംവിധാനം ഈ പ്രക്രിയ കൂടുതൽ ലളിതവും ഏകീകൃതവുമാക്കുമെന്നാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഒരിക്കൽ ശരിയായ രീതിയിൽ KYC പൂർത്തിയാക്കിയാൽ വിവിധ ധനകാര്യ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷ. ഇത് ഉപഭോക്താക്കൾക്ക് സമയലാഭവും അനാവശ്യ രേഖ സമർപ്പണങ്ങളിൽ നിന്ന് ആശ്വാസവും നൽകുന്ന ഒരു മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് ഓണത്തിന് ക്ഷേമ പെൻഷൻ. ഇപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഓണ പെൻഷനെ കുറിച്ചുള്ള വാർത്തയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ സർക്കാർ അന്തിമ തീരുമാനമെടുത്താൽ ഗുണഭോക്താക്കൾക്ക് 4000 രൂപ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരുമിച്ച് 14-15 തീയതിക്കുള്ളിൽ വരാനാണ് സാധ്യത. അതായത് ഓണം വരെ, ഓണം 24-25 ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് മുൻപായി തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. ഒരുപക്ഷെ 20-ാം തീയതി ആയിരിക്കാം, 15-ാം തീയതി ആയിരിക്കാം. അങ്ങനെ ഒരു കാലാവധിയിലായിരിക്കും പെൻഷൻ ലഭിക്കാൻ സാധ്യത ഈ മാസം. അങ്ങനെ സർക്കാർ അന്തിമ തീരുമാനമെടുത്താൽ ഗുണഭോക്താക്കൾക്ക് 4000 രൂപ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ഔദ്യോഗിക ഉത്തരവ് വരുന്നത് വരെ ഒന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. സർക്കാർ ഉത്തരവ് പുറത്തിറക്കുന്ന നിമിഷം അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും. ഇനി നാലാമത്തെ അപ്ഡേറ്റ് പെൻഷൻ മസ്റ്ററിംഗ് ആണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മസ്റ്ററിംഗ്. ഓഗസ്റ്റ് മാസം മുഴുവനും നടപടികൾ തുടരുന്നുണ്ട്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി നടപടികൾ പൂർത്തിയാക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർക്കും വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്ന സൗകര്യങ്ങളും ലഭ്യമാണ്. ഇതിനായി ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ഭാവിയിൽ പെൻഷൻ തടസ്സപ്പെടാതിരിക്കാനുള്ള പ്രധാന നടപടിയാണ്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഓണം സ്പെഷ്യൽ റേഷൻ. ഓണത്തോടനുബന്ധിച്ച് റേഷൻ വിതരണത്തിലും പ്രത്യേക ക്രമീകരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ സൗജന്യ റേഷൻ ഓണ കിറ്റ് നൽകും. അതുപോലെ ഈ കിറ്റിൽ ഏകദേശം 16 അവശ്യ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടും.
പിങ്ക്, നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ സബ്സിഡി വിലയ്ക്ക് അരി, ഗോതമ്പ്, ആട്ട എന്നിവ ലഭിക്കും. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അളവും വിലയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് ഉറപ്പാക്കുക. ഇനി അടുത്ത 7ാമത്തെ അപ്ഡേറ്റിലേക്ക് വരാം. അത് പ്രധാനപ്പെട്ട വലിയ ആശ്വാസം നൽകുന്ന ലോട്ടറി തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും വലിയ സന്തോഷ വാർത്തയാണിത്. മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഈ വർഷത്തെ ഓണം ഉത്സവ ഭത്യായി 8500 രൂപ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോട്ടറി ക്ഷേമനിധി ബോർഡിന് കീഴിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3750 ഓണം ഉത്സവ ഭത്യം അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1000 രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത്. ഇത്തവണ ഈ ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ലോട്ടറി ഏജന്റുമാർ, വിൽപ്പനക്കാർ, ക്ഷേമനിധി പെൻഷൻകാർ എന്നിവർക്കുള്ള ആനുകൂല്യത്തിൽ ഒരേ തോതിൽ വർധനവ് വരുത്തുമെന്ന പ്രത്യേകതയും ഈ തീരുമാനത്തിനുണ്ട്. ഈ ആനുകൂല്യം ലഭിക്കുന്നത് കേരള സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ 26,980 സജീവ അംഗങ്ങൾക്കും 9,345 പെൻഷൻകാർക്കുമാണ്. ഈ പദ്ധതിക്കായി സർക്കാർ 26,47,11,250 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓണത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമായാണ് ഈ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്ത. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.